ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അതിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. വെറും 2 കാര്യങ്ങൾ മാത്രം മതി ഈ ഒരു പാക്കിന്. ഞാൻ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ കയ്യിലോ കാലിലോ ഒന്നുമല്ല അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ തന്നെ ഇട്ടിട്ട് ഇതിൻ്റെ ലൈവ് റിസൾട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനിതാ മുൻപുണ്ടായിരുന്ന എൻ്റെ ഒരു ലുക്കും അതിന് ശേഷമുള്ള എൻ്റെ ഒരു മാറ്റം തന്നെ നിങ്ങൾക്ക് ഇതിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും. ആൾക്കാരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് 20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ സ്കിന്നിൽ ചുളിവുകൾ വരിക, ഏജിങ്ങിന്റെ സയൻസ് കാണിച്ചു തുടങ്ങുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മെയിൻ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഇന്നത്തെ തലമുറ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സ്ട്രെസ്, പിന്നെ ഉറക്കമില്ലായ്മ, രാത്രി മുഴുവൻ ഫോണിൽ നോക്കിയിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങും അല്ലെ. അതുകൊണ്ടാണ് ഈ റിങ്കിൾസും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ഡീഹൈഡ്രേഷൻ ഒരു മെയിൻ റീസൺ ആണ്. ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വെള്ളം കുടിക്കില്ല എന്നുള്ളത് നമ്മളിപ്പോ പലർക്കും അതൊരു ദുഷിലായി മാറിക്കഴിഞ്ഞു. 20-25 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഏജിങ്ങിന്റെ സയൻസ് കാണിച്ചു തുടങ്ങും. പക്ഷെ നമുക്കത് അത്ര അങ്ങോട്ട് വിസിബിൾ ആവില്ല. കുറച്ചും കൂടി കഴിയുമ്പോഴാണ് നമുക്കത് ശരിക്കും വിസിബിൾ ആയി തുടങ്ങുള്ളൂ. അപ്പൊ നമ്മളൊരു 20-25 ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല നാച്ചുറൽ ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഒരു പാക്കിന് ആവശ്യമുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപ് എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റ് എത്തുമ്പോഴേക്കും മറന്നു പോകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ ആണ് ഇതിൻ്റെ മെയിൻ, ഈ ഒരു പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഇന്ന ബ്രാൻഡിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഗ്രീൻ ടീ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഞാൻ എല്ലാതും ഇങ്ങനെ പാക്കിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഇതാ ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു ഫൈൻ പൗഡറായിട്ടായിരിക്കില്ല. അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. ഇനി അതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. തൈര് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയാണോ പൗഡർ എടുത്തുള്ള അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അത്യാവശ്യം കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു കൺസിസ്റ്റൻസി സെറ്റ് ആവണമെങ്കിൽ അങ്ങനെ തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഏകദേശം ഒരു പാക്കിൻ്റെ ഒരു രൂപത്തിൽ മാറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും നമ്മളൊരു പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്ന ഒരു പ്രതീതി കിട്ടും. അത്രയും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ആട്ടോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 20 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പാക്ക് വീക്കിലി ചെയ്യാം. വീക്കിലി ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മന്ത്ലി എങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ 30 കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും വീക്കിലി ചെയ്യണം. നിർബന്ധമായിട്ടും ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സുകൾ കുറയ്ക്കാനും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ തൈര് ഇഷ്ടമല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പച്ചപ്പാൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അതായത് തിളപ്പിക്കാത്ത പാൽ ആഡ് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തൈര് ആഡ് ചെയ്യുമ്പോൾ നല്ല കട്ട തൈരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്ന ഒരു പാക്കാണ്. ഈ ഗ്രീൻ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു സംഭവമാണ്. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഒരു ഇതെല്ലാം പ്രശ്നമാണല്ലോ, പക്ഷേ ഈ ഒരു പാക്ക് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് കണ്ണു അടച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു പാക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്ക പാക്കുകളും ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഡ്രൈ ആവാറുണ്ട് അല്ലേ. പക്ഷേ ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 1/2 മണിക്കൂറോളം ഇരുന്നാൽ പോലും ആ ഒരു ഡ്രൈനെസ് തീരെ വരില്ല. എപ്പോഴും ഇങ്ങനെ ഒരു നനവ് ഇങ്ങനെ നമ്മുടെ സ്കിന്നിലുണ്ടാവും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാനിത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ കഴുകാൻ പോണേ. എന്നിട്ടും എൻ്റെ സ്കിന്നിൽ അങ്ങനെ അങ്ങോട്ട് ഡ്രൈ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നനവുണ്ടായിരുന്നു. അപ്പം ഞാനിതാ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് ഇത് വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു ഭാഗത്ത് ഞാൻ മെല്ലെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ അവിടെ തുടച്ചപ്പോൾ തന്നെ കണ്ടോ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റനായിട്ടുണ്ട്. നന്നായിട്ട് ഒരു ഒരു വൈറ്റനിങ് എഫക്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് ഇനി ഒട്ടും വൈകിക്കാതെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സ്കിൻ കെയറിൻ്റെ ഭാഗമാക്കിയിട്ട് ഈ ഒരു പാക്ക് മാറ്റുക എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഞാൻ വന്ന എൻ്റെ ഒരു ഫേസും
ഇപ്പോൾ ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷം എനിക്ക് വന്നൊരു ചേഞ്ച് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. കണ്ടോ, നന്നായിട്ട് ഇപ്പൊ എനിക്ക് അത് തൊടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്, അതോടൊപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു തവണയെങ്കിലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും, അപ്പൊ പെട്ടെന്ന് ചില ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 1 മന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ഇതുപോലത്തെ പിഗ്മെന്റേഷൻ ഇഷ്യൂസ്, അതുപോലെ നിങ്ങൾക്ക് സ്കിന്നിൽ ചുളിവുകൾ വരിക, ചെറിയൊരു ഏജിൽ തന്നെ ചുളിവുകൾ വരിക എന്ന് പറയുന്നത് അത് കുറച്ച് വിഷമം പിടിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്നത് കാണാൻ പറ്റും. ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വയസ്സാവുന്നത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും. ബൈ.